ലക്ഷ്മി സാർ, ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്സ് ഒന്നും കിട്ടിയില്ലല്ലോ, ക്വസ്റ്റ്യൻസും കിട്ടിയില്ല. ഇന്ന് നമ്മൾ സ്പീച്ച് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലെ മിത്ത് ആൻഡ് ഫാക്ട്സിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. ബാക്കിയുള്ള നമ്മുടെ സ്പീച്ചുകാരെ കൂടെ വിളിച്ചോ, നമുക്കിപ്പോ തന്നെ ചെയ്തേക്കാം. എന്തായി, റെഡിയായോ? വീഡിയോ എടുത്താലോ? ഒന്നിൽ കൂടുതൽ ഭാഷകൾ ഉപയോഗിക്കുന്നത് കുട്ടികൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ പറയുന്നത് ശരിയാണോ? ഒന്നിൽ കൂടുതലുള്ള ഭാഷയുടെ പഠനം കുട്ടികളിൽ സാധാരണയാണ്. ഇതൊരിക്കലും ഡിലേക്ക് കാരണമാകുന്നില്ല. ഇത് കുട്ടിയുടെ ലാംഗ്വേജ് കോഗ്നിറ്റീവ് സ്കിൽസിനെ ഇംപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള ഡെവലപ്മെന്റൽ ഡിലേ അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികൾക്കാണെങ്കിൽ ഇത് കൺഫ്യൂസിങ് ആയേക്കാം. ഇപ്പൊ കുട്ടിക്ക് സ്പീച്ച് കുറവാണ്, പ്രായമാകുമ്പോൾ തനിയെ ശരിയാവും, ഇങ്ങനെ ഒരു മിത്ത് ഉണ്ടല്ലോ, അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ചില കുട്ടികൾ പ്രായത്തിനനുസരിച്ച് സംസാരിച്ചു തുടങ്ങും. പക്ഷെ നല്ലൊരു ശതമാനം കുട്ടികളിലും എന്തെങ്കിലും ഡെവലപ്മെന്റ് ഇഷ്യൂസ് കാരണമാകാൻ സ്പീച്ച് ഡിലേ വന്നതെങ്കിൽ അവർക്ക് എർലി ഇന്റർവെൻഷനിലൂടെ മാറ്റിയെടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ അതൊരു ലൈഫ് ലോങ് പ്രോബ്ലമായി മാറാൻ സാധ്യതയുണ്ട്. കാർട്ടൂൺസും എഡ്യൂക്കേഷൻ വീഡിയോസും കണ്ടാൽ കുട്ടികൾ സംസാരിക്കാൻ പഠിക്കും. ഈ വിത്തിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ? മറ്റാളുകളുമായിട്ടുള്ള ഇന്ററാക്ഷൻസിലൂടെയും കോൺവെർസേഷൻസിലൂടെയും കളികളിലൂടെയുമാണ് ഒരു കുട്ടി ലാംഗ്വേജ് പഠിക്കുന്നതും അത് ഡെവലപ്പ് ആവേണ്ടതും. കാർട്ടൂൺസ് കാണുന്നതും മറ്റു എഡ്യൂക്കേഷണൽ വീഡിയോസ് കാണുന്നതൊന്നും അതിന് പകരമാവുന്നില്ല. അതുപോലെ തന്നെ സ്പീച്ച് തെറാപ്പി കൊടുക്കുന്നത് സംസാരിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് മാത്രമാണ്. ഇത് ശരിയാണോ? അല്ല, സ്പീച്ച് തെറപ്പി സംസാരിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് മാത്രമല്ല, ബേസിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ലാംഗ്വേജ് ബാരിയർ ഉള്ള കുഞ്ഞുങ്ങൾക്കും അതുപോലെ വോയിസിന്റെ ഇഷ്യൂസ് ഉള്ളവർക്ക്, ആർട്ടിക്കുലേഷൻ ഇഷ്യൂ ഉള്ളവർക്ക്, ഫ്ലുവൻസി ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ നമ്മൾ സ്പീച്ച് തെറപ്പി കൊടുക്കുന്നുണ്ട്. മിത്ത് ആൻഡ് ഫാക്ട്സിനെ പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷനുമായി അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.